മലയാളികൾക്കിടയിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള നേത്രാവതി ട്രെക്കിങ്ങിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ദൊഡ്ഡമനെ ബെല്ലെ ഹോം സ്റ്റേയിലാണ് തലേദിവസം ഞാൻ താമസിച്ചത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇഡ്ഡലിയും അതുപോലെ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടായിരുന്നു. നേത്രാവതി ട്രെക്കിങ്ങിന്റെ ചെക്ക് പോയിന്റിലോട്ട് നമ്മൾ പോകണമെങ്കിൽ ഒരു ഓഫ് റൈഡ് ജീപ്പിൽ പോകണം. നല്ല രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ശരിക്കും ഒരു ബമ്പി റൈഡ് ആയിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. കണ്ണിലൊക്കെ മഴത്തുള്ളികൾ അടിച്ചിട്ട് നല്ല പെയിൻ ആയിരുന്നു. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൈഡ് തന്നെയായിരുന്നു. ഓഫ് റോഡ് ജീപ്പ് എത്തുന്ന അവിടെ നിന്ന് വീണ്ടും ഒരു 200-300 മീറ്റർ മുകളിലോട്ട് നടന്നു പോയാലാണ് നമുക്ക് ചെക്ക് പോയിന്റിലോട്ട് എത്താൻ പറ്റുള്ളൂ. 5+5 കിലോമീറ്റർ ആണ് നേത്രാവതിക്കുള്ളത്. 5 കിലോമീറ്റർ മുകളിലോട്ടും 5 കിലോമീറ്റർ താഴോട്ടും. നമ്മൾ നേരെ ഫോറസ്റ്റ് ചെക്ക് പോയിന്റ് അവിടെ പോയിട്ട് നമ്മുടെ ID കാർഡും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ടിക്കറ്റും വെരിഫൈ ചെയ്യണം. അരണ്യവിഹാര വെബ്സൈറ്റിലാണ് നമ്മൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യേണ്ടത്. 500 രൂപയാണ് നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. അതുകൂടാണ്ട് 1000 രൂപ ഗൈഡിന്റെ ചാർജും വരും. ഒരു ഗൈഡിന്റെ കീഴിൽ 5 പേർക്ക് പോകാവുന്നതാണ്. അല്ലെങ്കിൽ ഒരാൾ മാത്രം ഉള്ളെങ്കിൽ പോലും അവർ തീർച്ചയായിട്ടും കൊണ്ടുപോകും. 5000 ഫീറ്റ് ഉയരമുള്ള നേത്രാവതി പർവ്വനിരകളിൽ നിന്നാണ് പ്രശസ്തമായിട്ടുള്ള നേത്രാവതി പുഴ ഒഴുകി വരുന്നത്. 103 കിലോമീറ്റർ ഒഴുകി ഒടുവിൽ അറബിക്കടലിൽ പോയി ചേരുകയാണ് നേത്രാവതി പുഴക്ക് സംഭവിക്കുന്നത്. നേത്രാവതി ട്രെക്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള 3 പാച്ചസ് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ഷോലെ കാടുകൾ, അതായത് ഈ മലനിരകൾക്കിടയിലുള്ള കൊച്ചു കാടുകളെയാണ് ഷോലെ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും വെള്ളത്തിന്റെ ഒരു ഉറവിടം തന്നെയാണ് ഈ ഷോലെ കാടുകൾ. അതുകൂടാണ്ട് ചെറു അരുവികൾ, ഈ ഷോലെ ഫോറസ്റ്റ് നിന്ന് ഒഴുകി വരുന്ന ചെറു അരുവികളുണ്ട്. ഇതിന്റെ എല്ലാം നമ്മൾ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള മെഡോസ് അല്ലെങ്കിൽ പുൽമേടുകൾ കാണാൻ പറ്റും. ഇതെല്ലാം കൂടി ചേർന്നാണ് നേത്രാവതി ട്രെക്കിനെ മനോഹരമാക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലത്തെ വെള്ളച്ചാട്ടങ്ങളും കൂടി ചേർന്നാൽ ബിഗിനേഴ്സിന് പറ്റിയ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ട്രെക്ക് എന്ന് തന്നെ നേത്രാവതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. സാംസിയാണ് നേത്രാവതി ട്രെക്കിന്റെ ബേസ് വില്ലേജ്. നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുതിരമുക്ക് ട്രെക്കും പോയി വരാവുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഒരു 2 ഡേ ട്രെക്കൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുതിരമുക്കും നേത്രാവതിയും നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളായിട്ട് പോയി കംപ്ലീറ്റ് ചെയ്യാവുന്നുള്ളൂ. ഷോലെ കുറിച്ചാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ശ്യാമ നമ്മളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഷോലെ കാടുകൾ ശരിക്കും ഒരു സ്പോഞ്ച് പോലെയാണ് അത്ര. അതായത് മഴവെള്ളം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് വേനൽക്കാലത്തൊക്കെ പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് നമുക്ക് എപ്പോഴും വെള്ളം സപ്ലൈ ചെയ്യുന്ന പോലത്തെ ഒരു തരം സ്പോഞ്ച് പോലെ ആക്ട് ചെയ്യുന്നൊക്കെയാണ് ശ്യാമ പറയുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടു. ഇനി ഒരു 3 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. ഒരു ചെറിയ സ്ട്രീം ഒക്കെ ക്രോസ് ചെയ്തിട്ട് വേണം ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര. ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.